പൂരിയെ മാറ്റാനായിട്ട് പിതാവ് ഓർഡർ ചെയ്തു. അപ്പൊ ദയവ് ചെയ്ത് പിതാവെ ബസ്ലിക്കയിലെ കാര്യം രമ്യമായിട്ട് പരിഹരിക്കാന്ന് പിതാവ് പറഞ്ഞു. ഇന്ന് വരെ രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെ 2 കൈക്കാരന്മാരുണ്ട്. സഭയുടെ കൂടെ നിൽക്കുന്ന 2 കൈക്കാരന്മാർ. അവരെ വിളിച്ചിട്ട് പിതാവ് എന്തെങ്കിലും സംസാരിച്ചോ? അവരോട് എങ്ങനെ നമുക്കിത് ഇത് പരിഹരിക്കാന്നോ അല്ലെങ്കിൽ മണവാളനച്ഛന്റെ അവിടുത്തെ നിലപാട് എന്തെങ്കിലും പിതാവ് ഇതുവരെ സംസാരിച്ചു? പിന്നെ ഈ രമ്യതയ്ക്ക് നിങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഈ പറഞ്ഞ അവര് അങ്കമാലിയിൽ ഏതോ അച്ഛൻ സമരത്തിന് കടന്നു എന്ന് പറഞ്ഞതും ഇവിടെ കയറിയതും പിതാവിന്റെ മനസ്സറിവോടെയാണോ? അല്ല എന്നൊറ്റ വാക്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യം ഈ മണവാളനച്ഛന്റെ വിഷയം. മണവാളനച്ഛന്റെ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബോസ്കോ പിതാവ് സസ്പെൻഡ് ചെയ്തതും ആ സസ്പെൻഷൻ സംബന്ധിച്ച നടപടിക്രമങ്ങള് സഭയുടെ ട്രിബ്യൂണലിലേക്ക് വിട്ടിരിക്കുന്നതുമായ കാര്യമാണ്. ട്രിബ്യൂണലാണ് സഭയുടെ നിയമം അനുസരിച്ചല്ലാതെ നമുക്ക് ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റിയല്ലോ. നിയമമാണ്. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായി എന്ത് നടപടിയെടുക്കണമെന്നുള്ളത് സഭ തീരുമാനിച്ചിരിക്കുന്ന ട്രിബ്യൂണലിന് വിട്ടിരിക്കുന്ന ട്രിബ്യൂണൽ ആ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഈ കുർബാന ചെല്ലാതിരുന്ന അച്ഛൻ കുർബാന ചെല്ലിയെങ്കിൽ തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ വിചാരണയിൽ അദ്ദേഹത്തിനെതിരായ മറ്റൊരു സാക്ഷി വരും. രണ്ടാമത്തെ കാര്യം, ഇത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമുക്ക് വേണ്ടത് പറയുമല്ലോ. ഈ 4 വർഷങ്ങളിലെ നമ്മുടെ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്താതെ വരുമ്പോൾ നമ്മൾ സഭയുടെ ഉന്നത അധികാരികളുമായി കൂടി ആലോചിച്ചുകൊണ്ട് ഇതെങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിന്റെ കർമ്മപദ്ധതികൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ മാത്രം വ്യക്തിപരമായി ചെയ്യുന്നതല്ല. ഞങ്ങൾ ഈ കാര്യങ്ങള് പൊന്തിഫിക്കൽ ഡെലഗേറ്റ് സിറിൽ വാസിൽ പിതാവുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ പ്രീഫെക്റ്റും അതുപോലെ തന്നെ മറ്റാളുകളും പെർമനന്റ് സിനഡ് ഒരുമിച്ചിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്.